ഹരിദ്വാറിലെ നമ്മുടെ 3ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. നമ്മളിന്ന് മാനസദേവി ക്ഷേത്രത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഒരു കേബിൾ കാർ വഴി വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ നമ്മൾ രാജാജി ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ആ കാണുന്നതാണ് അമ്പലം. റോപ്പ് വേ ഉപയോഗിച്ചാണ് മാനസാദേവി ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. രാവിലെ 6:30-ക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് പുറപ്പെട്ടത്. നമ്മൾ അത്ര നേരത്തെ വന്നാലേ വലിയ തിരക്കില്ലാണ്ട് കേബിൾ കാറിൽ കയറി പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം തന്നെ അവിടെ ആളെ കാണാം. ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. 129 രൂപയാണ് ടിക്കറ്റ്, നോർമൽ ടിക്കറ്റ്. പിന്നെ കമ്പൈൻ ടിക്കറ്റും കൺസെഷൻ ടിക്കറ്റും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേറെ റേറ്റാണ്. ടിക്കറ്റ് കിട്ടിയില്ലേ? ടിക്കറ്റ് കിട്ടി. നമ്മളിനി റോപ്പ് വേയിലേക്ക് കയറാൻ പോവാണ്. ക്യൂവിലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴേ ഒരു ലോഡ് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. വീട് പിടിച്ചോണ്ട് ഓക്കെ, താങ്ക് യു. കയറിയിരിക്കുകയാണ് കേട്ടോ. നല്ല സ്പീഡ് ഉണ്ടല്ലേ അത്യാവശ്യം. താഴെ ഇഷ്ടം മനോഹരമായ പൂക്കളൊക്കെ ആണ്. ആഹാ, ആ കയറി പോകുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് കയറി പോകുന്നു. താഴെയാണെങ്കിൽ നിറച്ച് പൂക്കളുടെ കാഴ്ചകളാണ്, നിറയെ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ആയതുകൊണ്ട് കയറി പോകുമ്പോൾ ചെറിയ കാറ്റ് കടിക്കുന്നുണ്ട്. ഓരോ ടവർ വരുമ്പോഴായിട്ട് കുലുക്കം. അയ്യോ, ഇതാ കുരങ്ങളുണ്ട്. ഇഷ്ടം പോലെ കുരങ്ങളാണ്. മറ്റേ ഹനുമാൻ കുരങ്ങാണല്ലോ. ഇതാ നമ്മുടെ ഹരിദ്വാർ മുഴുവൻ കാണാം അല്ലേ. ഗംഗാ നദിയും പാലവും. ട്രക്കിംഗ് പാത്ത് ഉണ്ട്. ടൈഗർ റിസർവ് ആണത്, രാജാജി ടൈഗർ റിസർവ്. അതിൻ്റെ ഉള്ളിലൂടെയാണ്. ഇത്ര രാവിലെ എൻ്റെ അമ്മേ, ടവർ വന്നു കഴിയുമ്പോൾ ക്ഷേത്രം കാണാം. മാനസാദേവി ക്ഷേത്രം. ഹരിദ്വാർ മുഴുവൻ കാണാം. ആ ടൗണൊക്കെ കാണാം. പറക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകണം. ഇവിടെ നല്ല കാറ്റും. സ്മൂത്ത്. ആട്ടൊക്കെ ഉണ്ട്. മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ ചെരുപ്പ് വയ്ക്കണം. ചെരുപ്പ് വയ്ക്കാം. അമ്പലത്തിന്റെ എൻട്രൻസ്. ഹരിദ്വാർ നഗരത്തിന്റെ ആകാശ കാഴ്ച. മാനസദേവി ക്ഷേത്രത്തിന്റെ താഴെ ഒരു ചായക്കടയുണ്ട്. അതിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. എത്ര വലിയ സിറ്റിയാന്ന് നോക്ക്. നമ്മൾ മാനസദേവി ക്ഷേത്രത്തിന്റെ ദർശനം കഴിഞ്ഞ് തിരിച്ച് മടങ്ങുകയാണ്. ടാറ്റാ. ശിവന്റെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് പറയപ്പെടുന്ന ശക്തിയുടെ രൂപമായ മാനസദേവിയുടെ പുണ്യവാസ സ്ഥലമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. മാനസ എന്ന പദത്തിന്റെ അർത്ഥം ആഗ്രഹം എന്നാണ്. ആത്മാർത്ഥമായ ഒരു ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും ദേവി നിറവേറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് മാനസാദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തർ ക്ഷേത്രത്തിലെ ഒരു മരത്തിന്റെ ശിഖരങ്ങളിൽ നൂലുകൾ കെട്ടുന്നു. അവരുടെ ആഗ്രഹങ്ങൾ സഫലമായാൽ മരത്തിൽ നിന്നും നൂലഴിക്കാൻ ആളുകൾ വീണ്ടും
ക്ഷേത്രത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മാനസാദേവിക്ക് നാളികേരം, പഴങ്ങൾ, മാലകൾ എന്നിവയും പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാറുണ്ട്. ഇത്ര അടുത്ത് ട്രെയിൻ പോകുന്നതേ. ഹരിദ്വാർ ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ഒരു ആശ്രമമാണിത്. ഹരിഹർ ആശ്രമം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ രുദ്രാക്ഷത്തിൻ്റെ വലിയൊരു മരം കാണാം. അതിനെ വളരെ പരിപാവനമായിട്ട് ഇവിടെ സംരക്ഷിച്ചു പോരുകയാണ്. ഹരിദ്വാറിൽ ആത്മീയ പ്രഭാഷണങ്ങളും ധ്യാന സെഷനുകളും സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്പോട്ടുകളിലൊന്നു കൂടിയാണ് ഈ ആശ്രമം. ഹരിദ്വാറിലെ ഏറ്റവും പഴക്കം ചെന്ന ആശ്രമങ്ങളിൽ ഒന്നായിട്ടുള്ള ഇവിടെ 151 കിലോഗ്രാം ഭാരമുള്ള ഒരു മെർക്കുറി ശിവലിംഗമാണ് പ്രധാനപ്പെട്ട അട്രാക്ഷൻ. സതീദേവിയുടെ ജന്മസ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ചെരുപ്പുകൾ അഴിച്ചു വെച്ച് വേണം അകത്ത് കയറി പ്രാർത്ഥിക്കാൻ. അകത്ത് ഷൂട്ടിംഗ് അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ പുറത്തെ കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ശ്രീ ദക്ഷേശ്വർ മഹാദേവ് മന്ദിർ, അതിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ദക്ഷയാഗത്തിൻ്റെ ഹോമം നടന്ന ആ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്ത് മൊബൈൽ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് ഉള്ള കാഴ്ച കാണിക്കുകയാണ്. ഇതിനകത്തോടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സതീദേവി ആത്മാഹുതി നടത്തിയ ആ സ്ഥലം കൂടെ കാണാം. ഇതാണ് സതീകുണ്ട്. സതീദേവി ആത്മാഹുതി ചെയ്ത സ്ഥലമാണിത്. ദക്ഷയാഗത്തെക്കുറിച്ചും സതീദേവിയുടെ ആത്മഹത്യയെക്കുറിച്ചൊക്കെയുള്ള കഥകൾ കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് പോയി കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് കാണാൻ പോകുന്നത് പൈലറ്റ് ബാബ ആശ്രമമാണ്. എയർഫോഴ്സ് ജീവനക്കാരനായിരുന്ന ഒരാൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞ് ഒരു ആശ്രമമൊക്കെ കെട്ടി. അതിനുശേഷമാണ് പൈലറ്റ് ബാബ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ജപ്പാൻകാരിയായ ഒരു വനിതയും കൂടെ സഹചാരിയായിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് മന്ദിരങ്ങളുണ്ട്, പിന്നെ കുറേ പ്രതിമകളുണ്ട്, അതുപോലെ ഇവരുടെ ആശ്രമങ്ങളുണ്ട്. എല്ലാം കൂടി ചേർന്നൊരു വലിയ പാർക്ക് പോലെയാണ്. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് വിശ്രമിക്കാനുള്ള ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. വളരെ പീസ്ഫുള്ളായ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ധാരാളം പ്രതിമകളുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ എയർഫോഴ്സിലെ വിംഗ് കമാൻഡറായിരുന്ന കപിൽ സിംഗ് ആണ് പൈലറ്റ് ബാബ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം കപിൽ അദ്വൈത് എന്ന മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്. അദ്ദേഹം വളരെ പ്രൊനോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആത്മീയ ഗുരുവാണ്. നമ്മൾ ഈ ഒരു കവാടം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഭാരതമാതാവിനെയാണ്. അതേപോലെ ഞങ്ങൾ എടുക്കുന്നത് ഇന്ത്യയുടെ സിംഹം സുഭാഷ് ചന്ദ്രബോസ് പാലാഴി മദനം ചെയ്തത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ധീര വനിത ഝാൻസി റാണി. ശ്രീരാമൻ്റെ സന്നിധിയാണിത്. അനന്തശയനത്തിലുള്ള മഹാവിഷ്ണു, അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്ന പരമശിവൻ, ബ്രഹ്മാവ്, നാരദൻ. ഇത് മഹാദേവന്റെ കൈലാസം. അടുത്തത് വിഷ്ണു ഭഗവാന്റെ ദശാവതാരമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം മുതൽ അങ്ങനെ തുടങ്ങും. ഓരോന്നൊരു കണ്ടു നോക്കാം.
കൂർമാവതാരം, ഇത് വരാഹാവതാരം, നരസിംഹാവതാരം, പരശുരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഇത് വാമനൻ, ബുദ്ധാവതാരം, അതിനുശേഷം കൽക്കി അവതാരമുണ്ട്. ഭഗവത്ഗീത ഇവിടെ പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പരമശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. അതിന് മുമ്പായിട്ട് നന്ദികേശൻ്റെ വലിയൊരു പ്രതിമ കാണാം. അതിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു പടുകൂറ്റൻ ശില്പമാണ് ഇവിടെ ഉള്ളത്. സാക്ഷാൽ പരമശിവൻ്റെ ശില്പമാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായിട്ട് ജോയിൻ ചെയ്ത അദ്ദേഹം 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലും 1965 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ വാറിലും പങ്കെടുത്തിട്ടുണ്ട്. ബാബാജിക്ക് ഇന്ന് 85 വയസ്സ് പ്രായമുണ്ട്. ബാബാജിയുടെ ജപ്പാൻ സഹചാരിയുടെ അവരുടെ ഏരിയ ആണെന്ന് തോന്നുന്നു. ജപ്പാൻ്റെ ദൈവസങ്കല്പങ്ങളായിട്ടുള്ള വ്യാളികളൊക്കെ രണ്ട് സൈഡിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം കണ്ടറിയാം, ഒരു ജപ്പാൻ ശൈലിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യോഗമാത കെയ്ക്കോ ഐക്കാവ, അങ്ങനെയാണ് അവരുടെ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയുന്നത് കറക്റ്റാണെന്ന് അറിയില്ല, കാരണം ജാപ്പനീസ് നെയിമല്ലേ. മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ എന്നർത്ഥം വരുന്ന ഹർക്കി പൗരി ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഹിന്ദു പുണ്യനഗരമായ ഹരിദ്വാറിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ്. ഗംഗ മലനിരകൾ വിട്ട് സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന കൃത്യമായ സ്ഥലം ഇതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രദേശം ഗംഗയെ വടക്കോട്ട് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ കാലടികൾ എന്നറിയപ്പെടുന്ന ഹർക്കി പൗരിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ചെരുപ്പ് വെച്ച ശേഷമാണ് നമ്മളിനി ഹർക്കി പൗരിയിലേക്ക് കിടക്കാൻ പോകുന്നത്. വളരെ പവിത്രമായ സ്ഥലമായതുകൊണ്ട് ചെരുപ്പ് അതിൻ്റെ അകത്തോട്ട് അനുവദിക്കില്ല. അതുകൊണ്ട് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഒത്തുചേരുകയും ഉത്സവങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രദേശം കൂടിയാണ് ഹർക്കി പൗരി. വേദങ്ങളിൽ പറയുന്നതനുസരിച്ച് മഹാവിഷ്ണു ഹർക്കി പൗരിയിലെ ബ്രഹ്മകുണ്ട് സന്ദർശിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഗംഗ ആരതി നടക്കുമ്പോൾ ഇവിടെ കടൽ പോലെയാണ് ജനം. അത് നമ്മൾ വന്ന സമയത്ത് ശിവരാത്രി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തിരക്കൊരു ഭേദം ഉണ്ടായിരുന്നു പറയാം. അല്ലെങ്കിൽ ഇവിടെ സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ജനക്കൂട്ടമായിരിക്കും. ഈ കാണുന്ന പടികൾ മുഴുവൻ ജനക്കൂട്ടമാണ്. അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിലും ജനക്കൂട്ടമായിരിക്കും. വിക്രമാദിത്യ രാജാവ് BC 1-ാം നൂറ്റാണ്ടിൽ ഗംഗാതീരത്ത് ധ്യാനിക്കാൻ വന്ന തൻ്റെ സഹോദരൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പ്രദേശമാണ് ഹർക്കി പൗരി എന്ന് പറയപ്പെടുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ബ്രഹ്മകുണ്ടിൽ നടക്കുന്ന ഗംഗാ ആരതി ഏറ്റവും പവിത്രമായ ചടങ്ങായിട്ട് വിശ്വാസികൾ കരുതിപ്പോരുന്നു. പാലാഴി മദനത്തിന് ശേഷം ഗരുഡൻ ഒരു കുടത്തിൽ അമൃത് കൊണ്ടുപോകുമ്പോൾ ആ കുടത്തിൽ നിന്നും തുളുമ്പി അമൃതൻ തുള്ളികൾ വീണ സ്ഥലമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുംഭമേള സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഹർക്കി പൗരിയിൽ 100 കണക്കിന് ആളുകൾ ഗംഗാജലത്തിൽ മുങ്ങിക്കുളിക്കുന്നുണ്ട്. അത് ഈ സ്ഥലം വളരെ ഐശ്വര്യപ്രദമായിട്ട് കരുതപ്പെടുന്നതുകൊണ്ടാണ്. വർഷങ്ങളായി തുടർന്നു വരുന്ന കുംഭമേളകളിൽ ജനത്തിരക്ക് വർദ്ധിച്ചതുകൊണ്ട് ഒരുപാട് കാലം കൊണ്ട് വലിയ തോതിലുള്ള വിപുലീകരണത്തിനും നവീകരണത്തിനും വിധേയമായിട്ടുണ്ട് ഹർക്കി പൗരി. അതുകൊണ്ട് നിരവധി ക്ഷേത്രങ്ങൾ പടിക്കെട്ടുകളിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. നമ്മൾ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഗംഗാ ആരതിയുടെ പഴയൊരു ഛായാചിത്രമാണ് ഈ കാണിക്കുന്നത്. വളരെ വർഷം പഴക്കമുണ്ടത്, അതിൻ്റെ കുറേയൊക്കെ പോയി. അപ്പോൾ ആ ജനക്കൂട്ടം കാണുമ്പോൾ അറിയാം അത് സംഭവം ഇത് തന്നെയാണെന്ന്. 1938, 86 കാലഘട്ടങ്ങളിലാണ് ഇത്തരം നവീകരണങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ 1938 ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ടുള്ള ഒരു വലിയ ക്ലോക്ക് ടവർ സ്ഥാപിച്ചത്. നമ്മൾ ഗംഗാരതി കണ്ടത് ആ ഒരു സ്പോട്ടിലാണ്. ആ സ്പോട്ടിൽ നമ്മൾ കണ്ടത്, കാരണം ആ ഒരു ഡിസ്പ്ലേ ബോർഡൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ നോക്കി കഴിയുമ്പോൾ ഈ സ്ഥലത്താണ് ഇത് നടക്കുന്നത്.
ഭാരത് മാതാ മന്ദിർ ഹരിദ്വാറിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. സ്വാമി സത്യമിത്രാനന്ദഗിരിയാണ് ഈ ആരാധനാലയം സ്ഥാപിച്ചത്. 1983 ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അന്തരിച്ചുപോയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട്. അപ്പോൾ ലിഫ്റ്റിന് പോകണമെങ്കിൽ ഒരാൾക്ക് 5 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് പോവാം. അപ്പോൾ ഒരാൾക്ക് 5 രൂപയാണ് ലിഫ്റ്റിൻ്റെ റേറ്റ്. കയറി പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഭാരത് മാതാവിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 6ാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ്. ഇതിന് മുകളിലായിട്ട് 7ാം നിലയിൽ ശിവമന്ദിറുണ്ട്. ഇതാണ് ശിവമന്ദിർ. ഹൈന്ദവ പാരമ്പര്യത്തിലെ പരമോന്നത ദൈവമായ പരമശിവന്റെ പ്രതിഷ്ഠയാണ് 7ാം നിലയിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ വന്നിറങ്ങിയ 6ാം നിലയിലെ കാഴ്ച കാണാം. ഇവിടെ വിഷ്ണു മന്ദിറാണ്. 6ാം നിലയിൽ മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും കാണാൻ കഴിയും. അഞ്ചാം നിലയാണത്. ഹിന്ദു മതത്തിലെ ശക്തിദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് 5ാം നില. ഇവിടെ ശക്തിദേവിയുടെ വിവിധ രൂപങ്ങൾ കാണാം. നാലാമത്തെ നിലയാണ് പ്രാദേശിക ചിത്രാവലി. 4ാമത്തെ നിലയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ചരിത്രവും സൗന്ദര്യവും ചിത്രീകരിക്കുന്ന പെയിന്റിങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ സ്വന്തം കേരളം. ഫ്ലോർ നമ്പർ 3. 3ാം നിലയിൽ ജൈനമതം, സിഖ് മതം, ബുദ്ധമതം എന്നിവ ഉൾപ്പെടെ വിവിധ മതങ്ങളിൽ നിന്നുള്ള മഹാന്മാരായ സന്യാസിമാരെ അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഫ്ലോർ നമ്പർ 2 മാതൃമന്ദിർ. 2ാം നില മീരാബായി, സാവിത്രി, മൈത്രി തുടങ്ങിയ ഇന്ത്യയിലെ ആദരണീയരായ സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്.
ഇതാണ് ഫ്ലോർ നമ്പർ 1, ശൂർ മന്ദിർ. ഒന്നാം നിലയായ ശൂർ മന്ദിർ ഇന്ത്യയിലെ പ്രശസ്തരായ വീരനായകന്മാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. $150 അടി ഉയരത്തിൽ 8 നിലകൾ ഉയരമുള്ള ക്ഷേത്രമാണിത്. ഭാരത് മാതാ മന്ദിറിലെ കാഴ്ചകളോടുകൂടി നമ്മുടെ ഹരിദ്വാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ന്യൂഡൽഹിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.